നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആർക്കും ഇനി ഒന്നും ചെയ്യാനാവില്ല ചേച്ചി. പാവ രാജുവേട്ടൻ. ഇല്ല അപ്പു, എനിക്ക് രാജുവിനെ എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് രക്ഷിക്കണം. പക്ഷെ എങ്ങനെ? ആക്സിഡന്റ് ആയ ആളെ കണ്ടെത്തണം. അയാളുടെ വീട്ടുകാരോട് അപേക്ഷിക്കണം. അയാളുടെയും അയാളുടെ വീട്ടുകാരുടെയും കാല് പിടിച്ചോ, അവർക്ക് ആവശ്യമായ പണം നൽകിയോ, എങ്ങനെയെങ്കിലും രാജുവിനെ രക്ഷിച്ചേ പറ്റൂ. ആക്സിഡന്റ് ആയ ആളും അവരുടെ കുടുംബവും അതിന് സമ്മതിച്ചില്ലെങ്കിലോ? സത്യം, പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ കീഴടങ്ങും. പക്ഷെ ചേച്ചി, അത് വേണ്ട ചേച്ചി. ചേച്ചി ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി ആലോചിച്ച് നിൽക്കാൻ സമയമില്ല അപ്പു. ഇറങ്ങി തിരിച്ചാലേ എനിക്ക് രാജുവിനെ രക്ഷിക്കാൻ പറ്റൂ. ഞാൻ കാരണം ഒരു പാവം ജയിലിൽ കിടക്കുന്ന എന്റെ കുറ്റബോധം ചുമന്ന് ജീവിക്കാൻ എനിക്കാവില്ല. അപ്പു, നിന്റെ ഒരു കണ്ണ് ഇവിടെ എല്ലായിടത്തും ഉണ്ടാവണം. ഞാനിപ്പോ പുറത്തു പോയിന്ന് തൽക്കാലം ആരും ഇവിടെ അറിയാൻ പാടില്ല. അമ്മായിയും ദീപക്കിനെ പ്രത്യേകം നീ ശ്രദ്ധിക്കണം. ചേച്ചി എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് പേടിയാവുന്നു. നമുക്ക് രാജുവിനെ പോലീസ് കേസിൽ പെടുത്താതെ രക്ഷിക്കണ്ടേ? രക്ഷിക്കണം. എങ്കിൽ നീ ഞാൻ പറയുന്നത് അനുസരിക്കണം. ശരി ചേച്ചി. ആ രാജുവിനെ ഒന്ന് കയറാൻ കണ്ട നേരം അവൻ വരാതിരുന്നെങ്കിൽ നമ്മുടെ പ്ലാൻ പൊളിയിലായിരുന്നു. അമ്മാവൻ ഋതുവിനെ പോലീസിന് പിടിച്ച് കൊടുത്തേനെ. അത് സാരയില്ലടാ, നമ്മുടെ പ്ലാൻ പൊളിഞ്ഞെങ്കിലും ആ രാജു പോലീസ് കസ്റ്റഡിയിലായില്ലേ? ഒരു കണക്കിന് അത് നന്നായില്ലേ? പ്രതാപൻ ഏതായാലും അവനെ ജാമ്യത്തിലെടുക്കാൻ ശ്രമിക്കില്ല. ആ സ്ഥിതിക്ക് മിക്കവാറും അവൻ ഇനി കുറച്ചു കാലം ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും. അവൻ ജയിലിൽ കിടക്കട്ടെ. ഓ, അങ്ങനെയെങ്കിലും അവന്റെ ശല്യം ഒഴിവായി കിട്ടുമല്ലോ. അമ്മേ, ദേ നോക്കിയേ. എന്തു വേണം ചേച്ചി? ആ രാജു ഒരു പാവല്ലേ, ചെയ്യാത്ത കുറ്റമല്ല അവനെ ഏറ്റെടുത്തത്. കുറ്റം ഏറ്റെടുക്കാൻ അവനോട് ആരെങ്കിലും പറഞ്ഞോ? അവനെ ആരെങ്കിലും നിർബന്ധിച്ചോ? അവനത് സ്വയം ഏറ്റെടുത്തതല്ലേ? നമ്മുടെ കുടുംബത്തോടുള്ള ആത്മാർത്ഥത കൊണ്ടല്ലേ അവൻ അങ്ങനെ ചെയ്തത്. അതിന് അപ്പോ അവനെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ? അവനെ രക്ഷിക്കണം ചേച്ചി. എങ്ങനെ രക്ഷിക്കണമെന്നാ നീ പറയുന്നേ? അത് പറയ്, എങ്ങനെ രക്ഷിക്കും? അതെനിക്കറിയില്ല. പക്ഷെ അവനെ രക്ഷിക്കണം. രക്ഷിച്ചേ തീരൂ. അവനെ രക്ഷിക്കാൻ ഇനി ഒരു വഴിയേ ഉള്ളൂ. രാജു പുറത്തിറങ്ങണമെങ്കിൽ ഋതു അകത്ത് പോണം. അതിന് നിനക്ക് സമ്മതമാണോ? വേണ്ട. ആ, ഇതല്ലാതെ വേറൊരു വഴി എനിക്കറിയില്ല. നിനക്ക് വല്ല വഴി അറിയോ? അയ്യോ, അമ്മാവൻ പോലും കൈവിട്ട കേസായത്. ഇതിലൊരു അഭിപ്രായം പറയാൻ ഞാനില്ലേ? നമ്മൾ നിസ്സഹായരാണ് യാമിനി. യാമിനി ചെല്ല്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.